ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാർ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ഡേ നമ്മൾ റൂമിൽ ചെന്ന് ഒന്ന് റിഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ ഉറക്കം വരുന്നു. അതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. രാത്രി എപ്പോഴാണ് ഞാൻ കണ്ണുറന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ടൈമൊക്കെ അങ്ങോട്ട് മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ അന്ന് തന്നെ പോരാമെന്നുള്ള മൈൻഡിൽ ഇരുന്നേച്ചതായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അവിടെ ചെന്നിട്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, സ്ഥലങ്ങളൊന്നും കണ്ടില്ല എന്നൊക്കെയുള്ള കുറേ പരാതികൾ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വഴിയിൽ കൂടി താഴത്തോട്ട് ഇറങ്ങിപ്പോകണം കേട്ടോ. താഴത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഇതേപോലെ നമ്മൾ സ്റ്റേ ചെയ്ത് അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്ത ഗ്രീൻ റോക്കോ അങ്ങനെ ആ റിസോർട്ടിൽ 7,000 ആയിട്ടുണ്ട്. അതായത് 2 ഫാമിലിക്കും കൂടി ആയിട്ട് ആ ഒരു ഫുൾ വില്ല എടുത്തതിന് 7,000 ആയി. അപ്പം നമ്മളത് ഷെയർ ചെയ്താണ് എമൗണ്ട് പേ ചെയ്യണേ കേട്ടോ. അപ്പം അത് തന്നെ സെക്കൻഡ് പ്ലേസിൽ നമ്മളെടുത്തപ്പോൾ അതിനേലും ഒരുപാടൊക്കെ കുറവായിരുന്നു. 4,000 എന്തൊക്കെയോ ആയുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക്. ഇത് വന്നിട്ട് അവിടുത്തെ ആദിവാസികൾക്ക് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവരത് ലീസിനൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഹോം സ്റ്റേ ആയിട്ടൊക്കെ നടത്തണേണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ദിവസവും നമ്മൾ ഉറങ്ങിയാണ് തീർത്തത്. കാരണം ഒരു 12 മണി ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ നമ്മൾ സ്റ്റേയിൽ വന്നിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. രാത്രിയിൽ പാട്ടും ബഹളമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഞാനും പിന്നെ ഇത് ബിൻസു എൻ്റെ ബെസ്റ്റിയാണ്. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. അപ്പം ഞങ്ങൾ നേരെ ചെന്നിട്ട് പുള്ളിക്കാരത്തിയുടെ ക്യാമറ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അതൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അവിടുത്തെ വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് ഡാമാണ്, ആനയിറങ്കൽ ഡാമാണ് ആ കാണുന്നത്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു മലയിൽ ആന വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. നമ്മുടെ അരിക്കൊമ്പനൊക്കെ വന്നില്ലേ, അരിക്കൊമ്പനൊക്കെ വന്നത് ഇവിടെ നിന്നാണ് പിടിച്ചുകൊണ്ടും പോയേക്കണത്. നമ്മൾ നിൽക്കണ ആ സ്പോട്ടിൽ നിന്നാണ് പിടിച്ചുകൊണ്ടും പോയേക്കണത്. അരിക്കൊമ്പനും ചക്കക്കൊമ്പനും എല്ലാവരും ഉള്ള സ്ഥലമുണ്ട് അത്. അരിക്കൊമ്പനില്ല ഇപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ ഹോം സ്റ്റേയിലത്തെ ആ ചേട്ടൻ ഇതേപോലെ നമ്മൾ ആ സ്പോട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചുമ്മാ കൊണ്ടുപോയി. പേരക്കൊക്കെ പറിച്ചു. അവിടെയൊന്നും ആയിരിക്കും വേണ്ട അത്. നമ്മൾ പേരക്കൊക്കെ പറിച്ച് നോക്കിയപ്പോഴത്തേക്കുമാണ് ഒരു കിളിക്കൂട് കണ്ടത്. അങ്ങനെ ആ ചേട്ടൻ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നു. പിന്നെ ഈ കാണുന്ന ഈ പുല്ലുണ്ടല്ലോ, ഇത് വന്നിട്ട് മറ്റേ നമ്മൾ ഓയിൽ ഉണ്ടാക്കില്ലേ, എസൻഷ്യൽ ഓയിൽ, അതാണിത്. ലെമൺ ഗ്രാസ് ഇല്ലേ, അതാണ് കേട്ടോ അത്. നല്ല നാരങ്ങയുടെ മണമാണ് അതിന്. നമ്മളതൊക്കെ ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കുഞ്ഞാപ്പിയും ഞാനും പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി പോയിട്ട് അവിടുത്തെ സ്പോട്ടൊക്കെ കാണാൻ. നമ്മൾ സ്റ്റേ ചെയ്യണത് ഈ മലയുടെ മണ്ടയിലാണ് കേട്ടോ സ്റ്റേ ചെയ്യണം. അതിൻ്റെ താഴത്തുള്ള റോഡായിരുന്നു അത്. അപ്പോൾ അങ്ങോട്ടേക്ക് ആനയൊക്കെ വന്നുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് റിസ്ക് എടുത്തില്ല. നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു, ഫ്രഷായി. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ സ്പോട്ടൊക്കെ കാണാൻ വേണ്ടി പോണേണ്. ഞാനും കുഞ്ഞാപ്പിയും പിന്നെ ബിൻസും ഉണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള 2 പേരും കൂടി ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോണത് ഇപ്പോൾ ഡാം കാണണം. പിന്നെ അവിടുത്തെ കുറച്ച് സ്പോട്ടുകളൊക്കെ കാണണം. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളൊക്കെ കാണണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കയറിയിരിക്കണേണ്. നല്ല കട്ടറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ക്യാമറ ഭയങ്കരമായിട്ട് ഷെയ്ക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് ഷെയ്ക്ക് വന്നില്ല. ഈ സമയത്തൊക്കെ എൻ്റെ കൈ ഇങ്ങനെ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ എന്നാലും അധികം ഷെയ്ക്ക് വന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ കിട്ടിയായിരുന്നു. പിന്നെ നല്ല സ്പോട്ടായിരുന്നു കേട്ടോ ഇതൊക്കെ. ഇവിടെ ഇതിൻ്റെയൊക്കെ നടുക്ക് നിൽക്കണ ആ ഒരു ഉണ്ട പോലത്തെ ഇത് കണ്ട, അതൊക്കെ നിറച്ച് ഓറഞ്ച് മരമാണ്. പക്ഷെ നമ്മൾ ആ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ചിലതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണം. അതായത് കഴിക്കാനായിട്ട് ഇങ്ങനെ പറ്റിയ ഓറഞ്ചൊന്നും ആയിരിക്കില്ല അത് എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് നമ്മൾ കേൾക്കണം. ചിലപ്പോൾ നമ്മളത് നശിപ്പിക്കരുത് എന്ന് വിചാരിച്ച് പറഞ്ഞതും ആയിരിക്കാം. എന്താ ഞങ്ങളത് കേട്ട് നേരെ അവിടെ നിന്ന് പോകുന്നു. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് മെയിൻ റോഡ് എത്തും കേട്ടോ. സിറ്റിയുടെ ആ ഒരു ഏരിയയ്ക്ക് എത്തും. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പറഞ്ഞുതരാൻ. അപ്പോൾ ഇതൊക്കെ പ്ലാന്റേഷനാണ്, ടീ ഫാക്ടറി അതൊക്കെ ഇല്ലേ, ആ സംഭവമൊക്കെയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വിഷ്വൽസൊക്കെ കണ്ടു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 വീലറിലൊക്കെ പോകുക അല്ലെങ്കിൽ കാറിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോയി നിന്ന് ഓരോ ലൊക്കേഷനും കാണുമ്പോഴത്തേക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം എന്നുണ്ടായിരുന്നു, ടീ ഫാക്ടറിയുടെ ഉള്ളിലോട്ട് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയം പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും കയറിയില്ല. നേരെ റോഡിലോട്ട് ഇറങ്ങി
പിന്നെ പോണ വഴിക്ക് അമ്മ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്, ചായപ്പൊടി വാങ്ങിക്കണം, അത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം വാങ്ങിച്ചിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഓരോ സ്പോട്ടൊക്കെ കാണുമ്പോൾ കൊതിയാവണം ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലത്തെ സ്പോട്ടാണിത്. ഇതാണ് ഡാമിൻ്റെ പരിസരമാണ് കാണുന്നത്. അവിടേക്ക് ആനയൊക്കെ വന്നിരുന്നിട്ട് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ എന്തോ നമ്മൾ കാലുകുത്തിയുണ്ട്, ഒന്നും കാണാനും ഒന്നും ഇല്ല അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണെന്നറിയില്ല, അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ചോളം കഴിക്കണമെന്ന് തോന്നി. ഇവിടത്തേക്ക് നല്ല ഫ്രഷ് ചോളം ഒരുക്കും, നമ്മുടെ അടുത്ത പോലത്തെ ചോളമൊന്നും അല്ല കേട്ടോ ഇത്. നല്ല കടിക്കും, നല്ല ക്രഞ്ചി ആയിട്ട് ഫീൽ ചെയ്യണ നല്ല അടിപൊളി ചോളമായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ല ചൂടോടെ ചോളം കഴിച്ചു. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു ചേട്ടനോട്. വന്നിട്ട് മര്യാദക്ക് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല, ഈ പ്ലാന്റേഷൻ്റെയൊക്കെ ഇടയിൽ പോയി നിന്നിട്ടേ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു പോണ വഴിക്ക് നല്ല സ്പോട്ടുണ്ട്, നമുക്ക് അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ആ ചേട്ടൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകണേന് 800 ആയി. നമ്മളെല്ലാ സ്പോട്ടും കൊണ്ടു നടന്നിങ്ങനെ കാണിച്ച് ടൂർ ഗൈഡ് പോലെ അതേപോലെ കൊണ്ടു നടക്കണേൽ 800 ആയിട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് സ്പോട്ട് കറക്റ്റ്. ഇതാണ് നമ്മൾ സ്വിറ്റ്സർലാൻഡ്, നമ്മൾ ഈ വിഷ്വലിലേക്ക് കാണൂലേ, സീനറിയിലേക്ക് കാണൂലേ, അതേപോലത്തെ ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നിട്ട്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ആ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടി നമ്മൾ നടന്നുപോയി. തൂക്കുപാലം കണ്ടു. ചേച്ചിമാരൊക്കെ പയറടിച്ച് ഇങ്ങനെ വന്നേരും നമ്മളോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ പോയത്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നമ്മുടെ പേഴ്സണലായിട്ട് എന്താ പറയുക, ഷെയർ ചെയ്യാനായിട്ട് കംഫർട്ടല്ലാത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഫോട്ടോ അല്ല, നല്ല ഫോട്ടോസ്. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പ്രൈവസി അങ്ങനെ വിചാരിച്ചിട്ട് ഫാമിലി ആയിട്ടുള്ളത് അധികം അവർക്ക് ഇങ്ങനെ റിവീൽ ചെയ്യണം അങ്ങനെയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടിട്ട് തന്നെ അതൊന്നും ഞാൻ കാണിക്കണില്ല, നമ്മുടെ മാത്രം പേഴ്സണലായിട്ട്. പിന്നെ നമ്മൾ നേരെ വന്നത് അവിടുത്തെ ഡാമിലോട്ടാണ് കേട്ടോ, ആനയിറങ്കൽ ഡാം. പിന്നെ അവിടെ വന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തു. പിന്നെ വിഷുവിൻ്റെയൊക്കെ സമയമായിരുന്നു. പിള്ളേരുടെ പടക്കം പൊട്ടിച്ച നമ്മൾ ആ ഒരു സ്പോട്ടിൽ വിചാരിച്ച പോലും ഇല്ല അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവം കാണാൻ പറ്റുമെന്ന്. കോഴിക്കോട് നിന്ന് ഒന്നിച്ച പിള്ളേരായിരുന്നു, അവരവിടെ അതൊരു പൂരപ്പറമ്പാക്കി മാറ്റി. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് രാത്രിയിൽ പാട്ടൊക്കെ വെച്ച് DJ ഒക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞത് വീട്ടിലേക്ക് പോരണേണ്. ഞാൻ കുറേ ജാക്കറ്റൊക്കെ എടുത്തിട്ട് വന്നേക്കണോണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബാഗിന്. അപ്പോൾ കയറ്റമാണ്, കുറച്ച് മേളിലോട്ട് കയറണം. കണ്ടോ, ഈ സ്പോട്ടിലോട്ട് കയറി പോകണം, എന്നാലും നമ്മൾ എത്തുള്ളൂ, ആ ഒരു എന്താ പറയുക സിറ്റിയിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെയൊക്കെ അവർ പ്ലാന്റേഷന് വേണ്ടിയിട്ട് ക്ലീൻ ആക്കണേണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ആ ഒരു പ്രോപ്പർട്ടി വന്നിട്ട് 25,000 രൂപയാണ് കേട്ടോ. കാശുള്ളവർ പോയിട്ട് എടുക്കുക, 4 ഫാമിലിക്ക് സ്റ്റേ ചെയ്യാം, നല്ലൊരു സ്പോട്ടാണ്. പിന്നെ 1:05 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചേർത്തല ബസ് കിട്ടി നമുക്ക് വൈറ്റിലയിൽ ചെന്നിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ ഇവിടുത്തെ സ്പോട്ടിനോട് യാത്ര പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ.